ആലപ്പുഴ കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ വെളിപ്പെടുത്തലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കൊലപാതകം നടന്നത് 2006 മെയ്യിലെന്ന് സെബാസ്റ്റ്യൻ വ്യക്തമാക്കി. ബിന്ദുവിനെ കൊന്ന് കഷ്ണങ്ങളാക്കി മറവ് ചെയ്തു. പള്ളിപ്പുറത്തെ വീടിന്റെ പല ഭാഗങ്ങളിലായി കുഴിച്ചിട്ടു. പഴകി എന്ന് ഉറപ്പാക്കിയ ശേഷം എല്ലുകൾ കത്തിച്ചു. ബിന്ദുവിന്റെ പണം തട്ടിയെടുക്കാനായിരുന്നു കൊലപാതകമെന്നും പോലീസിനോട് മൊഴി നൽകി. മർഡർ ചെയ്തു. ഇവിടെ തന്നെ കുഴിച്ചിട്ട് അത് ഡികമ്പോസിഷൻ ആയതിനു ശേഷം എടുത്ത് കത്തിച്ച് ചാരമാക്കി നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ് അയാളുടെ കൺവെർഷൻ. അത് പ്രകാരമുള്ള തെളിവെടുപ്പുകളാണ് ഇവിടെ പൂർത്തിയായിട്ടുള്ളത്. അത്രയേ പറയാനുള്ളൂ. മനീഷ മാത്യു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനീഷ, ഏകദേശം 18 വർഷം കഴിയുന്നു. ഇത്രയും കാലത്തിന് ശേഷം നടക്കുന്ന ഒരു തെളിവെടുപ്പ് ഏത് രീതിയിലാണ് പോലീസിന്റെ പ്രതീക്ഷ? ഈ തെളിവുകൾ കണ്ടെത്താനാകുമോ എന്ന പ്രതീക്ഷ ഏത് രീതിയിലാണ്? രജീഷ്, ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ച് ഇയാൾ ഈ ബിന്ദു കൊലപ്പെടുത്തിയത് 2006 മെയ് മാസത്തിൽ എന്ന് പറയുന്നു. മെയ് മാസത്തിൽ കൊലപ്പെടുത്തിയതിനു ശേഷം ഇയാളുടെ ചേർത്തലുള്ള പള്ളിപ്പുറത്തെ വീടിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുഴിച്ചിട്ടതിന് ശേഷം ഈ മൃതദേഹം അഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് അഴുകിക്കഴിഞ്ഞതിന് ശേഷം ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ പുറത്തെടുക്കുകയും എല്ല് കത്തിച്ച് കളയുകയും ചെയ്തു. ശേഷിക്കുന്ന എല്ല് പല ഭാഗങ്ങളെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തോട് സെബാസ്റ്റ്യൻ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ പ്രധാനമായും അന്വേഷണ സംഘം അന്വേഷിക്കുന്നത് ഈ ഉപേക്ഷിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ്. ഇത്രയേറെ വർഷം പഴകിയതുകൊണ്ട് തന്നെ അത് കണ്ടെത്താനുള്ള സാധ്യത വളരെ കുറവാണെങ്കിലും അതായത് ഈ പ്രതിയുടെ വെളിപ്പെടുത്തലുകൾ ചുറ്റിപ്പറ്റിയാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇന്നിപ്പോൾ ചേർത്തല പള്ളിപ്പുറത്തെ ഇയാളുടെ വീട്ടിലെ തെളിവെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. നിലവിലിപ്പോൾ അവരെ തണ്ണീർമുക്കം ഭാഗത്തേക്കാണ് നീങ്ങിയിരിക്കുന്നത്. അവിടെ ഇത്തരത്തിൽ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ഇയാൾ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പോലീസ് ക്രൈംബ്രാഞ്ച് സംഘം പ്രത്യേകമായി അന്വേഷിക്കുന്നത്. കാരണം കോടതിയിൽ എത്തുമ്പോൾ തെളിവുകളാണ് ഏറ്റവും നിർണായകം. ഈ കൊലപ്പെട്ടു എന്നുള്ളതിന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയേ മതിയാകൂ എന്നൊരു സാഹചര്യമുണ്ട്. അതിനുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. അപ്പോഴും ഈ കാലപ്പഴക്കം ഇതിനൊരു വലിയ തിരിച്ചടി തന്നെയാണ്. ഇത്തരത്തിൽ ഈ മൃതദേഹത്തിന് അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കേസ് കോടതിയിൽ നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇപ്പോഴും ക്രൈംബ്രാഞ്ചിനുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം അന്വേഷണം തുടരുന്നത്. രുചീഷ്. ശരി മനീഷ്.